ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നാളെ തിരുവാതിര കളിച്ചില്ലായിരുന്നോ? അവിടെ പൊങ്കാല സമർപ്പണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യം അത് കാണിച്ചു കൊടുക്കാൻ വിചാരിച്ച് ഞങ്ങൾ പൊങ്കാല കാണാൻ വന്നതാണ് കേട്ടോ. അമ്പലത്തിൽ 3 ദിവസത്തെ പരിപാടിയായിരുന്നു കേട്ടോ. വെള്ളി, ശനി, ഞായർ, വെള്ളിയാഴ്ച കൊടിയുയർത്തൽ, പിന്നെ കുറച്ച് എന്തൊക്കെയോ പരിപാടികളുണ്ടായിരുന്നു കേട്ടോ. അന്നാണ് തിരുവാതിരയൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ശനിയാഴ്ച പൊങ്കാല ഉണ്ടായിരുന്നു. പൊങ്കാല സമർപ്പിച്ചിട്ട് ഞങ്ങൾക്ക് പായസമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ. പിന്നെ ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ടായിരുന്നു. അന്നാണ് താലപ്പൊലി. പക്ഷേ ഞങ്ങളന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത് ശിവരാത്രിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഓർക്ക ക്ഷീണം. പിന്നെ തിരുവാതിരേൻ്റെ അന്നും 12-1 മണിയായി എത്തിയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അന്നത്തെ ഉറക്കക്ഷീണമൊക്കെ കൂടി ആയപ്പം ഞങ്ങൾ താലപ്പൊലിക്ക് നിന്നില്ല കേട്ടോ. 11-12 മണിയാവും താലം വരുന്നത്. അപ്പോൾ പിന്നെ അതിന് നിന്നില്ല. പിന്നെ ഞായറാഴ്ച വൈകുന്നേരമായിരുന്നു കേട്ടോ. വീടെത്തിയപ്പോഴേക്ക് 6:30 ഇപ്പോൾ ഇതാ ഞങ്ങളുടെ ഡ്രസ്സ് കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ടില്ലേ? തക്കുടും ഞാനും അതിന് ഫോട്ടോഷൂട്ട് എടുക്കുന്നുണ്ട്. ഞാൻ ഇത്രയും മഞ്ഞളാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തക്കുടും അവിടെ പോയിട്ട് പൊരീൻ്റെ ലഡു പോലത്തെ ഒരു സംഭവമല്ലേ, അത് എൻ്റെ ഡ്രസ്സ് മൊത്തം മഞ്ഞളാട്ടോ. അപ്പോൾ അത് തക്കുട് പിന്നെ ഉയർത്തി കാണിച്ചു തരുന്നതാണ്. 3 ദിവസത്തെ ഉത്സവം ഞങ്ങൾ പൊടിച്ചു എന്ന് പറയാം. ഇന്നിപ്പം ബാക്കി തേങ്ങ പൊളിക്കുകയാണ് കേട്ടോ. ഇന്ന് മെരവണ്ണനാണ് പൊളിക്കുന്നത്. മെരവണ്ണന് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് കേട്ടോ ഈ തേങ്ങ പൊളിക്കുക, വിറക് ഉടയ്ക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളൊന്ന് റെസ്റ്റ് എടുക്കണമെന്ന് വിചാരിച്ചാൽ മെരവണ്ണൻ സമ്മതിക്കില്ല. വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ അല്ലാതെ അതൊരു 5 മിനിറ്റ് മാറിയിരിക്കില്ല കേട്ടോ. ഷെഡിൻ്റെ ഭാഗത്ത് കുറച്ച് വിറകൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കൂടെ നല്ല പൊരിഞ്ഞ വെയിലുമാണ്. മെരവണ്ണന് ഇങ്ങനെ തേങ്ങ ഒന്നും മുറ്റത്തിടാനൊന്നും സാധിക്കില്ല കേട്ടോ. പക്ഷെ തേങ്ങ പൊട്ടിക്കാൻ ഭയങ്കര ഉഷാറാട്ടോ. എന്നോട് പറയും തേങ്ങ എടുത്തിട്, പിന്നെ ഇതൊക്കെ ഇപ്പം തീരില്ലേ എന്നൊക്കെ പറയുന്നത്. ഞാൻ പറയാം അത് തീരട്ടെ, ഞാൻ ഇട്ട് തരാമെന്ന്. അതൊന്നും സമ്മതിക്കില്ല. എന്നോട് പറയും ഒക്കെ എടുത്തിട്, എനിക്കിതൊക്കെ 5 മിനിറ്റ് കൊണ്ടുള്ള പരിപാടിയല്ലേ എന്ന് പറയും. തേങ്ങ നല്ല നിരപ്പുള്ള സ്ഥലത്ത് കൂടി നമുക്ക് ഇതുപോലെ കൊണ്ടിടാനൊക്കെ സുഖമാണ്. പക്ഷേ ഈ കട്ടിങ്ങിൽ കുത്തി കയറ്റി കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ കൈയൊക്കെ. രാവിലെ പണിയൊക്കെ കഴിഞ്ഞ് മെരവണ്ണൻ്റെ കൂടെ കൂടിയതാണ് കേട്ടോ. ഇത്ര നേരമായിട്ടും കയറിയിട്ടില്ല. സമയം ഉച്ചയായി. നട്ടുച്ചയ്ക്ക് ആ വെയിൽ കൊള്ളുന്നതിൻ്റെ എനിക്ക് വല്ല കിറുക്കുമുണ്ട് ദൈവമേ. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. രാവിലെ 2 ദോശ തിന്നിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഒരു 12:30 കഴിഞ്ഞാൽ ഞാൻ ഭക്ഷണം കഴിക്കും. അത് കഴിഞ്ഞിട്ട് പണിക്കാർക്ക് കൊടുക്കുള്ളൂ കേട്ടോ. അവർ രാവിലെ കഞ്ഞിയൊക്കെ കുടിക്കുന്നതാണ്. ഞാൻ പിന്നെ രാവിലെ ദോശ തിന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഒരു 12:30 ആകുമ്പോഴേ ഭക്ഷണം കഴിക്കുള്ളൂ. അത് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ തേച്ച് കഴിയുമ്പോഴേക്കും ഇവർക്ക് രണ്ടാമത് ചോറ് കൊടുക്കാനുള്ള ടൈമാവും. അത് കഴിഞ്ഞ് അവർക്കൊക്കെ കൊടുത്ത് വിട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുക. ചില ദിവസങ്ങളിൽ അതിനുള്ള സമയം പോലും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇരുന്ന് ഭക്ഷണം കഴിക്കട്ടെ, എനിക്ക് വിശന്ന് കുടൽ കരിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇടിച്ചക്ക തോരനും പിന്നെ കുറച്ച് ഇന്നലത്തെ ചിക്കൻ കറി വെച്ചതുണ്ടായിരുന്നു, പിന്നെ കുറച്ച് പൊരിച്ചതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു കുമ്പളങ്ങ കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടി കഴിച്ചു കേട്ടോ. ചിക്കനൊക്കെ ഉള്ള ദിവസം ഞാൻ പിന്നെ അധികം കറി കൂട്ടാറില്ല.
പൊതുവേ എനിക്ക് കറിയിലോട് താല്പര്യമില്ല കേട്ടോ. എനിക്ക് ഉപ്പേരി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്കിഷ്ടമാണ്, ഞാനങ്ങനെ കഴിച്ചോളും. പക്ഷെ കറി അധികമൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. കുറച്ചൊക്കെ കഴിക്കും, എന്നാലും ഓവറായിട്ട് ഞാൻ ഒഴിച്ച് കഴിക്കാറില്ല. അങ്ങനെ ഉച്ച കഴിഞ്ഞ് കുറച്ച് നേരം വിശ്രമിക്കാമെന്ന് വിചാരിച്ചപ്പം മരവണ്ണം സമ്മതിച്ചില്ല കേട്ടോ. മരവണ്ണം ഭക്ഷണം കഴിച്ചത് പിന്നെയും പൊട്ടിച്ചിടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. തേങ്ങയൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞ് വരുമ്പോഴേക്കും മരവണ്ണം കുറച്ച് പൊങ്ങും വെച്ച് എന്നെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊങ്ങ് അധികം കിട്ടുകയാണെങ്കിൽ എനിക്കും തരണം എന്ന്. അങ്ങനെ മരവണ്ണനുള്ളതും കുറച്ച് കൊടുത്തു, പിന്നെ മക്കൾക്കുള്ളത് മാറ്റി വെച്ച് ഞാൻ ഒരു ചെറിയ പീസ് എടുത്ത് കഴിച്ചു കേട്ടോ. നല്ല മധുരം ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഇനിയിപ്പം പുതിയത് പറിക്കാനായിട്ടുണ്ട്. അപ്പം ഉള്ള തേങ്ങ മൊത്തമായിട്ട് പൊട്ടിച്ചിടുക കേട്ടോ. കാരണം പിന്നെ വെളിച്ചെണ്ണയെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിച്ചതൊക്കെ എണ്ണയാക്കി. ഇനിയുള്ളത് പിന്നെ നമുക്ക് മഴക്കാലത്തേക്കും വേണമല്ലോ. ഇനി മഴക്കാലത്ത് പൊട്ടിക്കാൻ എന്തായാലും പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാം പൊട്ടിച്ചിടുകയാണ് കേട്ടോ. ഇനി പറിക്കാൻ കുറച്ചുണ്ട്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ബൈ.